വിശാഖപട്ടണത്ത് ഇന്റർനാഷണൽ ഫ്ലീറ്റ് റിവ്യൂവിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു പങ്കെടുക്കുന്നു. 72 രാജ്യങ്ങളിലെ നാവികസേനകളാണ് പങ്കെടുക്കുന്നത്. 3 രാജ്യങ്ങളിലെ 60-ലധികം യുദ്ധക്കപ്പലുകളും നാവിക വിമാനങ്ങളും വിശാഖപട്ടണത്ത് ശക്തി അറിയിക്കുകയാണ്. വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ഒപ്പം ചേരുന്നു. നന്ദഗോപൻ, പറയൂ. കൃഷ്ണരാജ്, രാജ്യത്തിന്റെ നാവിക ശക്തി ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ വിളിച്ചോതുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ, ചടങ്ങുകൾ ഇതിനോടകം തന്നെ വിശാഖപട്ടണത്ത് ആരംഭിച്ചു കഴിഞ്ഞു. ഏതാണ്ട് 72 രാജ്യങ്ങളിൽ നിന്നുമുള്ള നാവിക സേനകൾ ഈ ഒരു പരിപാടിയുടെ ഭാഗമാകുന്നുണ്ട്. 3 രാജ്യങ്ങളിൽ നിന്നായി ഏതാണ്ട് 60-ലധികം യുദ്ധക്കപ്പലുകളും അതേപോലെ തന്നെ നാവിക വിമാനങ്ങളും ഇതിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും പ്രധാനം മിലൻ 2026 എന്ന പേരിൽ സംഘടിപ്പിച്ചിരിക്കുന്ന പരിപാടിയാണ്. ഈ 72 രാജ്യങ്ങളിൽ നിന്നുമുള്ള നാവികസേനയുടെ ഒരു പ്രാതിനിധ്യം ഇതിലുണ്ടാകും. അതേപോലെ തന്നെ ഏതാണ്ട് 10 ലെയറുകളിലായിട്ട് 60-ലധികം ഫ്ലീറ്റുകൾ, യുദ്ധക്കപ്പലുകൾ, പടക്കപ്പലുകൾ ഈ വിശാഖപട്ടണത്ത് ഒരുക്കിയിരിക്കുന്നു. ഇതിനോടകം തന്നെ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഓരോ കപ്പലുകൾക്ക് അരികിലെത്തിയും സല്യൂട്ട് സ്വീകരിക്കുന്ന നടപടികളുണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് എന്നുള്ളത്, അതായത് ഇന്റർനാഷണൽ ഫ്ലീറ്റ് റിവ്യൂവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് എന്നുള്ളത് ഈ രാഷ്ട്രപതി ദ്രൗപദി മുർമു എത്തി സല്യൂട്ട് സ്വീകരിക്കുന്നതായിരുന്നു. അതുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ ഇതിനോടകം തന്നെ അവസാനിച്ചിരിക്കുന്നു. സമുദ്ര ശക്തി പ്രദർശിപ്പിക്കുകയും അതേപോലെ തന്നെ ഈ സമുദ്ര മേഖലയിൽ, പ്രത്യേകിച്ച് ഇന്തോ പസഫിക് മേഖലയിൽ അന്തർദേശീയ സഹകരണം വളർത്തുകയും ഒപ്പം തന്നെ ബ്ലൂ വാട്ടർ ഓപ്പറേഷനുകൾ അത് പ്രധാനമായും ഭാരതം അതിന്റെ ഗുരുസ്ഥാനത്ത് അല്ലെങ്കിൽ അത് കേന്ദ്രീകരിക്കുവാൻ വേണ്ടി നടത്തുന്ന നീക്കങ്ങൾ കൂടിയാണ് ഇത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ മിലൻ 2027 പരിപാടികളുടെ പ്രദർശനവും അതുമായി ബന്ധപ്പെട്ട അഭ്യാസങ്ങളും, കരയിലും അതേപോലെ തന്നെ കടലിലുമായി നടത്തുന്ന അഭ്യാസങ്ങൾ നാളെ മുതലാണ് ആരംഭിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ സൂചിപ്പിച്ച പോലെ 72 രാജ്യങ്ങളുടെ പങ്കാളിത്തമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം അമേരിക്കയുടെ പങ്കാളിത്തമാണ്. അമേരിക്ക അടക്കം ഇതിൽ പങ്കാളികളാകുന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഇറാന്റെ പങ്കാളിത്തവും ഇതിലുണ്ട്. ഒരു തരത്തിൽ ഇപ്പോൾ അമേരിക്കയും ഇറാനും തമ്മിലുള്ള വലിയൊരു യുദ്ധ സഹജമായ ഒരു അന്തരീക്ഷത്തിൽ നിൽക്കുമ്പോൾ, ഒരു തരത്തിൽ നോക്കുമ്പോൾ ഭാരതത്തെ സംബന്ധിച്ചുള്ള ഒരു വലിയ നയതന്ത്ര വിജയം കൂടിയാണ്. ഇരു രാജ്യങ്ങളും ഈ മറൈൻ ഓപ്പറേഷൻ അല്ലെങ്കിൽ മറൈൻ ഫെസ്റ്റിവലിൽ പങ്കെടുക്കുന്നു എന്നുള്ളതും ഭാരതത്തിന്റെ ഒരു നയതന്ത്ര വിജയമായി കാണാം. ഒപ്പം തന്നെ ഇന്ത്യ പസഫിക് മേഖലയിൽ ഭാരതം കൂടുതൽ ആധിപത്യം ഉറപ്പിക്കുന്നു എന്നതിന്റെ തെളിവ് കൂടിയാണ് ഈ ഫ്ലീറ്റ് ഇന്റർനാഷണൽ ഫ്ലീറ്റ് റിവ്യൂ എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഒപ്പം തന്നെ മിലാൻ 2026 എന്ന പരിപാടിയും നാളെ മുതൽ തന്നെ അരങ്ങേറുന്നു. കൃഷ്ണ. ശരി, നന്ദഗോപൻ.